ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് ഗഗന ചാരി. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഗോകുൽ സുരേഷ്, അനാർക്കലി മരിക്കാർ, KB ഗണേഷ് കുമാർ, അജു വർഗീസ് എന്നിവരാണ്. പടം ഡയറക്റ്റ് അരുൺ ചന്തു എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ പടത്തെ മ്യൂസിക് എഴുതിയത് അംബർ ശർമ്മ എന്ന് പറഞ്ഞ ഒരാളാണ്. ഇത്രയാണ് എനിക്ക് കാസ്റ്റ് ആൻഡ് ക്രൂ വൈസ് എനിക്കറിയാവുന്നൊരു കാര്യം. പിന്നെ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഒരു അടിപൊളി പടം. പിന്നെ പടത്തിൽ വല്ല നെഗറ്റീവ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ, എനിക്ക് നെഗറ്റീവ്സായിട്ട് തോന്നിയത് മറ്റേ സ്പേസ്ഷിപ്പ് കാണിക്കുന്ന സമയത്ത് ആ ഒരു സ്പേസ്ഷിപ്പ് കുറച്ചും കൂടി മര്യാദയ്ക്ക് ബിൽഡ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. വേറൊന്നും അത് കാണിക്കുന്ന വിഷ്വൽസ് മാത്രം, ആ സ്പേസ്ഷിപ്പിൽ മാത്രമാണ് എനിക്ക് നെഗറ്റീവ് ഫീൽ ചെയ്തത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. പിന്നെ പെർഫോമൻസസ് വൈസ് വെച്ച് നോക്കുമ്പോൾ അത് അത്യാവശ്യം നല്ലൊരു പടമാണ്. പിന്നെ അനാർക്കലി മരിക്കാർ, നിങ്ങൾക്ക് സിനിമ ട്രെയിലർ കണ്ടിരിക്കുന്നവർക്ക് അറിയായിരിക്കും, കണ്ടവർക്കും ഈ സിനിമ കണ്ടവർക്കും അറിയായിരിക്കും. ഈ അനാർക്കലി മരിക്കാറുടെ ക്യാരക്ടർ ഒരു ഏലിയൻ ആണെന്നുള്ളത്. അവർക്ക് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജിൻ്റെ അമ്മയായിട്ടുള്ള മല്ലിക സുകുമാരനാണ്. രാജുവേട്ടൻ്റെ അമ്മ അങ്ങനെ പറയാനായിരിക്കും നല്ലത്. പിന്നെ ആദ്യം തൊട്ട് അവസാനം വരെയും എനിക്ക് ആകെ ഒരു ലാഗ് തോന്നിയത് മറ്റേ ഞാൻ വേണമെന്നോട് പറയാം, സ്പേസ്ഷിപ്പ് കാണിക്കുന്ന സമയത്താണ്. സ്പേസ്ഷിപ്പിൻ്റെ കാണിക്കുന്ന സമയത്തൊക്കെ അത് കുറച്ചും കൂടി നല്ലതായിട്ട് എഡിറ്റ് ചെയ്ത് തീർക്കായിരുന്നു. അത് വേറെ ഒന്നും ഫീൽ ചെയ്തില്ല. പിന്നെ വിഷ്വൽസ് വൈസൊക്കെ അത്യാവശ്യം നല്ലൊരു സിനിമയാണിത്. ആദ്യം തൊട്ട് അവസാനം വരെയും വേറൊരു ലാഗ്സും ഇല്ല. പിന്നെ മ്യൂസിക് ആൻഡ് BGM വൈസ് അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഗോകുൽ സുരേഷിൻ്റെ ഞാൻ ആകെ മുമ്പ് കണ്ടിരിക്കുന്നത് മുടുകവും സൂത്രധാരൻ, അത് സൂത്രക്കാരൻ എന്ന് പറഞ്ഞൊരു പടമുണ്ട്, നിരഞ്ജൻ നായകനായിട്ട് വന്നത്. അതിൽ വില്ലനായിരുന്നു. അത് കണ്ട ശോകമായിരുന്നു. മുടുക എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്, അതുകൊണ്ട് അതിനോട് ചോദിച്ചാൽ പറയണില്ല. പിന്നെ സായാഹ്ന വാർത്തകൾ അത് കട്ട ശോകമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ സിനിമയിൽ വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ വർഷം അങ്ങനെ കണ്ടില്ല. പോസിറ്റീവാണ് കിട്ടിയത് അറിഞ്ഞിട്ട് പോയി ഞാൻ ആ സമയത്ത് കണ്ടില്ല. പക്ഷേ പിന്നെ ഡൗൺലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് കണ്ടു. ഞാൻ പ്രൈമിലാണ് ഡൗൺലോഡ് ചെയ്തിട്ട് കണ്ടുവെന്നല്ല, ഞാൻ പ്രൈമിലാണ് കണ്ടത്. അപ്പോൾ ഐ ആം വെരി ഹാപ്പി അബൌട്ട് ടു വാച്ച് ദിസ് മൂവി. പിന്നെ പടത്തിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 മണിക്കൂർ 55 മിനിറ്റാണ്. അത്ര നേരം കാണാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ടെലിഗ്രാമിലൂടെയോ ഇല്ലെങ്കിൽ പ്രൈമിലൂടെയോ ഇരുന്ന് കാണാം. പിന്നെ മനോരമ മാക്സിൽ ഈ സിനിമ കിടപ്പുണ്ട്. അതെൻ്റെ ഫ്രണ്ട് വഴി അറിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഉണ്ടായെന്ന് നോക്കിയിട്ട് കാണാൻ എന്ന് മാത്രമേ എനിക്ക് തൽക്കാലത്തേക്ക് പറയാനുള്ളൂ. എന്തായാലും അരുൺ ചന്ദ്രൻ്റെ നെക്സ്റ്റ് വല എന്ന് പറഞ്ഞൊരു പടമാണ് ഞാൻ കേട്ടിരുന്നത്. അതിൽ ജഗദീഷ് ശ്രീകുമാറൊക്കെ ഉണ്ട്. അതിൻ്റെ കമ്പാക്ക് ആവട്ടെ എന്നൊരു പ്രതീക്ഷയുണ്ട്. അതിൽ ഗോകുൽ സുരേഷും ഉണ്ട് കേട്ടോ. എന്തായാലും അത് ചെറുക്കനും ഇനിയും നല്ല പടങ്ങൾ ഗോകുൽ സുരേഷ് ഇനിയും നല്ല പടങ്ങൾ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് നമ്മൾക്ക് സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബൈ ബൈ. ഡെൽറ്റ ഓസ്കസ്.